ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചില്ലി സെൻറ്ററിൽ ഞങ്ങൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചാണ് ആഘോഷിച്ചത്. എൻ്റെ മകൻ, അതുപോലെ നജിമിക്കയുടെ മകൻ, അതുപോലെ സുഹൈലിൻ്റെ മോള്. അങ്ങനെ 3 പേരുടെയും ബർത്ത്ഡേ ഒരേ മന്തിലായിരുന്നു. അത് കാരണം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരുടെ സാധനങ്ങളും എല്ലാവരും വീട്ടിൽ നിന്നാണ്, 3 പേരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഞങ്ങളത് ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്നാക്സാണ്. ഞങ്ങൾ 3 മണിക്കാണ് ഇവിടെ വന്നത്. വന്ന സമയത്ത് ചിപ്പി ഉണ്ടായിരുന്നു, അതുപോലെ അമിതി ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടിയിട്ടാണ് അത് ഡെക്കറേഷനൊക്കെ ചെയ്തത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു 2 പേർക്കും. ഹാപ്പി ബർത്ത്ഡേ ഡെക്കറേഷൻ നിങ്ങൾ കാണുന്നത് 90% മുഴുവൻ അവരാണ് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര അധികം അഡ്വാൻറ്റേജാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഫിൻലാൻഡിൽ വന്നിട്ട് വളരെയധികം വിഷമം അനുഭവിക്കുന്നത് അവർ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വീട്ടിലിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ ഫ്ലാറ്റുകളാണ്. അത് കാരണം കൂടുതലും കളിക്കാനുള്ള സൗകര്യം, പിന്നെ വെതർ കണ്ടീഷനൊന്നും തീരെ മോശമാണ്. അപ്പോൾ അത് കാരണം ഇവർ ഫുൾ ടൈം കളിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല. പിന്നെ ഫ്രണ്ട്സ് വളരെ മിസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണിത്, കമ്മ്യൂണിറ്റി. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് അവർക്ക്, പ്രത്യേകം പറയുന്നു. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് സൈറോണാണ്. അങ്ങനെ എല്ലാവരും കൈമാറിയിട്ടുണ്ട്. ഞാനത് വലിയ വീഡിയോ ആവും, അത് കാരണം ഇത്തിരി ഷോർട്ടാക്കി എടുത്താണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റുകൾ കൈമാറി. അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അത് ഞങ്ങൾ ഫുഡിലേക്ക് കിടക്കുകയാണ്. ആ ഫുഡ് എല്ലാതും ഞങ്ങൾ നിരത്തി വെച്ചേക്കാണ് അത് കഴിക്കാനായിട്ട്. സ്നാക്സ് ഉണ്ട്. അപ്പോൾ എല്ലാതും റെഡിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് 4 മണി ഒക്കെ ആയിട്ടുണ്ടാവും, 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കഴിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾ. പിന്നെ ചെറിയ ഡെക്കറേഷൻ വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതെല്ലാതും ഞങ്ങളിവിടെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വാങ്ങുന്നത്. എല്ലാതും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ നല്ല ഡെക്കറേഷനിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡിലേക്ക് കടന്നു, ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ ഡെക്കറേഷൻ ബാക്കിൽ അവർ ആണ് ചെയ്തത്. നല്ലതായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. ഇതെല്ലാതും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ കട്ട്ലേറ്റ് ഉണ്ട്. പിന്നെ ബിരിയാണിയിലേക്ക് ലാസ്റ്റ് ടൈമാണ്. രാത്രിയായി. ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡിനുള്ള സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, അപ്പമുണ്ട്, അതുപോലെ മീൻകറി ഉണ്ട്, കപ്പയുണ്ട്. അങ്ങനെ കുറേ വിഭവങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. പല വീടുകളിൽ നിന്നായിട്ടാണ് പലരും സെപ്പറേറ്റായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ജ്യൂസ് ഉണ്ട്. അങ്ങനെ എല്ലാതും നല്ല ആഘോഷമാക്കി മാറ്റി ഞങ്ങളെല്ലാതും. എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങളിവിടെ ചെയ്യുന്നത് നല്ലൊരു ഇതാണ്. എല്ലാവരും ചെയ്യുന്നതും കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എപ്പോഴും ഞങ്ങൾ അത് ഫോളോ ചെയ്ത് പോകുന്നു. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായതും അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതും. ഓക്കെ ഗായ്സ്, സീ യു, ബൈ.